നമ്മളിപ്പോൾ വൃന്ദാവൻ ഗാർഡനിലാണ്. ഇവിടെ എൻട്രി ടിക്കറ്റ് എടുത്തു. 50 രൂപയാണ് പെർ ഹെഡ് എൻട്രി ടിക്കറ്റ് വരുന്നത്. പക്ഷേ ഒരൊറ്റ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ ക്യാഷ് മാത്രമേ മേടിക്കത്തുള്ളൂ. ഗൂഗിൾ പേ ഇല്ല, കാർഡില്ല, ഒരു സാധനമില്ല. കർണാടകയിൽ ഒരു സ്ഥലത്തും അങ്ങനെ പ്രശ്നമുണ്ട്. ഞങ്ങൾ ഈ വന്ന ദിവസം എല്ലായിടത്തും നല്ല തിരക്കുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇതുണ്ടല്ലേ, സ്വാമിമാരും ഇതിൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതാണ്. സ്വാമിമാർ തിരിച്ചു വന്നവരായിരിക്കും. കുറേ സ്വാമിമാരുണ്ട്. ബാറ്ററി വണ്ടി ഉണ്ടായിരുന്നില്ലേ? അച്ഛനും അമ്മയ്ക്കും വേണേ കയറായിരുന്നു. അതെ, ഇവിടെ എല്ലായിടത്തും ബാറ്ററി വണ്ടി ഉണ്ട്. എല്ലാ ബാറ്ററി വണ്ടി. ഞങ്ങൾ അച്ഛനും അമ്മയും അവരെ 4 പേര് മാത്രം വന്നില്ല. ബാക്കി എല്ലാവരും ഉണ്ട്. നടക്കാനുള്ളതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് അവർ വണ്ടിയിൽ തന്നെ ഇരുന്നു. ബാക്കി എല്ലാവരും ഉണ്ട്. ഞങ്ങൾ ടീം നോക്കട്ടെ, ബാക്കി 10 പേര് വരണം. എല്ലാവരും എവിടെയാണ് നോക്കട്ടെ. എല്ലാവരും ഒന്നിച്ചാണ്. നമ്മുടെ ടീംസ് എല്ലാവരും എത്തിയിട്ടുണ്ട്. നമുക്ക് വൃന്ദാവൻ ഗാർഡനിലേക്ക് പോകാം. നമുക്ക് ഇതിനകത്തോടെ കയറി ക്രോസ് ചെയ്ത് പോകാം അല്ലേ? ഇതിനകത്തോടെ കയറി പോകാം. അതായത് നമ്മുടെ ഒരു ക്യാമറ എങ്ങോട്ടേക്ക് പോകുന്നു? പട്ടിയെ ഫോക്കസ് ചെയ്ത് പോകാൻ തോന്നുന്നു. ഹലോ, ഇതുണ്ട്. ഇല്ല, ക്യാമറ നമ്മൾ എടുക്കുന്നില്ല. അല്ല, നല്ല അതിമനോഹരമായിട്ട്. വാ, നൈസ്. ലാവൻഡർ അല്ലേ? മോള് പറഞ്ഞത് ഇത് ലാവൻഡർ ആണെന്ന് പറഞ്ഞു. കുറച്ച് ലാവൻഡേഴ്സിൻ്റെ വീഡിയോസ് എടുത്തേക്കാന്ന് വെച്ചു. ഇത് ശരിക്കും കണ്ടിട്ട് ലാവൻഡറിനെ പോലെ തോന്നും. പക്ഷേ അവർക്കൊരു കൺഫ്യൂഷൻ. അതിൻ്റെ പേര് ചുമന്ന് ചെടി തന്നെ വേറെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ലാവൻഡർ ആണോ, ഏത് ചെടിയാണെന്നുള്ള കാര്യം. വൃന്ദാവൻ ഗാർഡനിൽ നമ്മൾ ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഒരു ശകലം പോലും വീഡിയോസ് എടുക്കാൻ നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കാരണം വെച്ചാൽ കുറേ വീഡിയോസൊക്കെ എടുക്കുന്നതിന് ഇങ്ങനെ ഇത്രയും റഷ്യനിടയ്ക്ക് എടുക്കാനായിട്ട് ഭയങ്കരമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അപ്പം പറ്റുന്ന രീതിയിലൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ലാത്തിലത്തെ ഷോ നമുക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. എന്ന് വെച്ചാൽ അപ്പോഴത്തേക്ക് തിരിച്ച് പോകേണ്ടതായിട്ട് വന്നു. അപ്പോൾ കുറച്ച് വിഷ്വൽസ് ഞാനിങ്ങനെ കവർ ചെയ്യുന്നുണ്ട്. അപ്പം അതല്ലാതെ വേറെ ഒന്നും നമ്മൾ ചുറ്റും നടന്ന് കണ്ടു. ലാസ്റ്റ് എല്ലാവരുടെയും ഒരു ഫോട്ടോ സെക്ഷനും വീഡിയോ സെക്ഷനും ആക്കി. മോഡൽ ഒരു ചെറിയ ഡാൻസും കവർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കോപ്പിറൈറ്റ് വരുമോ എന്നുള്ളൊരു പേടി കൊണ്ടാണ് വീഡിയോസ് ഞാൻ അതിനകത്ത് അപ്ലോഡ് ചെയ്യാഞ്ഞത്. കാരണം വെച്ചാൽ നല്ലൊരു ഡാൻസ് ആയിരുന്നു, പക്ഷെ അത് നമുക്കിതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. വെച്ചാൽ കോപ്പിറൈറ്റ് ഇഷ്യൂ വരും ആ പാട്ടിൻ്റെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ ഏരിയ മൊത്തം കണ്ടു. അങ്ങ് മേളി വരെ പോയി ഫുള്ള് കറങ്ങി തിരിച്ച് റിട്ടേൺ. നമുക്ക് 6:30-ക്കായിരുന്നു മറ്റേ ലൈറ്റ് ഷോ ഉള്ളത്. അത് കാണാൻ പറ്റിയില്ല. അപ്പോഴത്തേക്ക് അമ്മയ്ക്ക് അച്ഛനും പോകണം. കഴിച്ച് റെസ്റ്റ് എടുക്കും. രാവിലെ തുടങ്ങിയ പരിപാടിയല്ലേ, മൈസൂർ പാലസ്. അവിടെയും റെസ്റ്റ് എടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് വന്നത്. അപ്പോൾ ഇതിനകത്തും ഞങ്ങളെല്ലാവരും ഇറങ്ങി. അവർ വണ്ടിയിലിരുന്ന. പക്ഷെ ഇത്രയും ടൈം പോയത് നമ്മൾ അറിഞ്ഞില്ല. പെട്ടെന്ന് ഭയങ്കര റഷ്. ഒന്ന് നിൽക്കാൻ പോലും ഒരു ഇതില്ല. നമുക്കൊന്ന് വീഡിയോ എടുക്കാൻ, ഫോട്ടോ എടുക്കാൻ എല്ലായിടത്തും ഇതേ ആൾക്കാരുടെ ഭയങ്കര റഷായിരുന്നു. അത് കാരണം ഒരു നല്ല വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഇങ്ങനെ ഇതേ ഒരു ഫ്ലോ ആണെന്ന് വെച്ചാൽ ആൾക്കാരെ മാത്രമേ കാണുന്നുള്ളൂ. എന്താ ഇന്നത്തെ പ്രത്യേകതയെന്ന് അറിയത്തില്ല. അവധി ദിവസം എല്ലാമായിരുന്നായിരിക്കും. അത്രയ്ക്ക് റഷായിപ്പോയി. അപ്പോൾ അത് കാരണം കുറച്ച് ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ കറങ്ങി നടന്ന് കുറച്ച് വിഷ്വൽസും വീഡിയോസും എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ലൈറ്റ് ഷോയും കാണാൻ പറ്റില്ല. നേരത്തെ ഞാൻ പോയപ്പോൾ ലൈറ്റ് ഷോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് നല്ല രസമായിരുന്നു. അത് 6:30-ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഈ
ഈ ഒരു ദിവസം കൊണ്ട് 2 സ്ഥലമേ കാണാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കി എങ്ങും കയറാൻ പറ്റിയില്ല. അപ്പം ഓൾമോസ്റ്റ് ഇന്നൂടെ കഴിഞ്ഞാൽ പിന്നെ വൈൻഡപ്പ് ചെയ്യുക. തിരിച്ച് നാളെ സൺഡേ ആണ് ഫ്ലൈറ്റ് ഉള്ളത്, റിട്ടേൺ 3:30-ക്കാണ്. അപ്പം രാവിലെ മോർണിംഗ് തന്നെ ചെക്കൗട്ട് ചെയ്തിട്ട് നേരെ ഫുഡ് കഴിക്കുക, തിരിച്ച് കയറുക. നമ്മൾ പ്ലാൻ ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ ഇന്നത്തെ മുടങ്ങിപ്പോയി. അപ്പം ഫുൾ ഫാമിലി ആയതുകൊണ്ട് എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കേണ്ടതുകൊണ്ടാണ് ആ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നത്. അപ്പം ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനിയും ട്രാവൽ വ്ളോഗ് ഇതിനകത്ത് ചെയ്യാം. അപ്പം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നുണ്ട് എല്ലാവരും. കുറച്ച് വീഡിയോസ് കണ്ടവരൊക്കെ പറഞ്ഞു തരുന്നത് പിന്നെ ട്രാവൽ വ്ളോഗ് ഒന്ന് കണ്ടിന്യൂ ചെയ്തുകൂടെ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രാവൽ വ്ളോഗ് കണ്ടിന്യൂ ചെയ്യുന്നത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. മോളുടെ ഡാൻസ് നമ്മൾ ഇവിടെ വെച്ചാണ് സെറ്റ് ചെയ്തത്. അപ്പം അവൾക്ക് അവിടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം ഈ ഒരു ഏരിയയിൽ വെച്ചാണ് ഡാൻസ് ചുമ്മാ ഒന്ന് സെറ്റ് ചെയ്തത്. അത് അന്നേരം വന്ന് കൊറിയോഗ്രാഫി ചെയ്ത് അന്നേരം തന്നെ ചെയ്ത് പെട്ടെന്ന് ഈ ഒരു ഡാൻസാണ്. ഇത് നമ്മുടെ റോയൽ ഓർക്കിഡാണ്, നമ്മുടെ വൃന്ദാവൻ ഗാർഡനിലുള്ള. ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. എന്തെങ്കിലും നമ്മുടെ വ്ളോഗൊക്കെ അടിപൊളിയായിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഫുൾ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ആ സ്പോട്ട് വെച്ച് ഞാൻ വോയിസ് ഇടാഞ്ഞതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര അലമ്പ സൗണ്ട്, ഒരു രക്ഷയില്ല. എന്നാ അലമ്പാന്നറിയും. അത് കാരണം അവിടെ വെച്ച് ഞാൻ വോയിസ് ഒന്നും ഇടാഞ്ഞത്. പിന്നെ രണ്ടാമതാണ് വോയിസ് എഡിറ്റ് ചെയ്ത് കയറ്റിയത്. ഇതാണ് നമ്മുടെ എൻ്റെ ടീം ഇന്ന് നമ്മുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നത്. ഒരു 4 പേര് വണ്ടിയിലിരിപ്പുണ്ട്. ബാക്കി എല്ലാവരുടെയും ഇങ്ങനെ വിഷ്വൽസ് കവർ ചെയ്ത ലാസ്റ്റ് ഡേ അല്ലേ, അപ്പം എല്ലാവരും കൂടെ ഒന്ന് അടിച്ചു പൊളിച്ചൊരു വീഡിയോ എടുത്താണ്. ആക്ച്വലി ഇതാണ് നമ്മുടെ ഫുൾ ഒരു വീഡിയോ എല്ലാവരും കൂടി ഇരുന്ന് എടുത്തത്. ബാക്കി കുറേ ഫോട്ടോസ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുന്നതിനകത്തുള്ള അവൾ എണ്ണീച്ച് നിന്നിട്ട് എന്നെ ടാറ്റ കാണിക്കുകയാണ്. അപ്പം ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഫോട്ടോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതാണ് ഒരു വീഡിയോ നമ്മൾ ഫുൾ ഫാമിലിയായിട്ട് എടുത്തത്. നമ്മുടെ റോയൽ ഓർക്കിഡിൻ്റെ താഴെ നിന്നിട്ട് ഒരു 360 ഡിഗ്രി വീഡിയോ എടുത്തത്. എന്ന് വെച്ചാൽ എൻ്റെ ഏരിയ ഇവിടെ നിന്നിട്ട് നമുക്ക് ക്ലിയറായിട്ട് കാണാം ഫുൾ. ഇപ്പോൾ എല്ലാ ആൾക്കാർ ഈ ഗാർഡൻ സ്പേസിലുള്ള ആൾക്കാരൊക്കെ താഴേക്ക് മറ്റേ ലൈറ്റ് ഷോയ്ക്കായിട്ട് പോയിട്ടുണ്ട്. ഇപ്പം സമയം 6:15 കഴിഞ്ഞു. ഇപ്പോൾ നമ്മളിവിടെ നേരെ വണ്ടിയിലേക്ക് പോകുന്നത്, ലൈറ്റ് ഷോയ്ക്ക് നിൽക്കുന്നില്ല. അപ്പോൾ നേരെ തിരിച്ച് വണ്ടിയിൽ പോയിട്ട് അവിടെ നിന്ന് നമ്മുടെ ഹോട്ടലിലേക്ക് പോകുന്നു. ഹോട്ടൽ ലൂസിയാനിലാണ് നമ്മുടെ സ്റ്റേ ഉള്ളത്. അപ്പോൾ ഹോട്ടൽ ലൂസിയാനിലേക്ക് പോകുന്നു. നാളെ നമ്മൾ തിരിച്ച് നെടുമ്പാശ്ശേരിക്ക്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ 3 പാർട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഐ ആം സൈനിങ് ഔട്ട് ഫ്രം ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.